എല്ലാ വിശ്വാസികൾക്കും നമസ്കാരം. അസ്ട്രോളജി ലൈഫിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നാഗപഞ്ചമി. നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി ഹൈന്ദവർ നാഗപഞ്ചമി കൊണ്ടാടുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയന്റെ അഹങ്കാരം അവസാനിപ്പിച്ച് കീഴടക്കിയതിന്റെ പ്രതീകമായിട്ടാണ് നാഗപഞ്ചമി ആഘോഷിക്കപ്പെടുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നടത്തുന്ന നാഗപഞ്ചമി ആഘോഷം മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഏറെ പേരെടുത്ത ഉത്സവമാണ്. പ്രധാനമായും ബ്രാഹ്മണ സമൂഹത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് നാഗപഞ്ചമി ആഘോഷിക്കുന്നത്. കേരളത്തിൽ കാസർഗോഡും കോട്ടയത്തും ഗൗഡ സാരസ്വത ബ്രാഹ്മണർ എല്ലാവിധ ആചാരങ്ങളോടും കൂടി നാഗപഞ്ചമി ആഘോഷിക്കുന്നു. നാഗപഞ്ചമിയോടനുബന്ധിച്ച് സർപ്പക്കാവിലും മറ്റും നൂറും പാലും നിവേദിക്കുന്നു. പാമ്പുകളെ കൊല്ലാതെ ആരാധിച്ചു വരിക എന്നതാണ് വിശ്വാസത്തിന്റെ പ്രധാന ഭാഗം. സർപ്പപ്രീതിക്കായി സർപ്പം പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. നാഗപഞ്ചമിയെ ശ്രാവണ പഞ്ചമി എന്നാണ് ഉത്തരേന്ത്യക്കാർ പറയുന്നത്. നാഗപഞ്ചമിക്ക് പിന്നിൽ പല കഥകളും കേൾക്കുന്നുണ്ട്. ആസ്തിക മുനി നാഗരക്ഷ ചെയ്തത് ഈ ദിനത്തിലാണെന്ന് വിശ്വാസികൾ കരുതുന്നു എന്നതാണ് അതിൽ ഒരു കഥ. അന്നേ ദിവസം നാഗതീർത്ഥത്തിലോ നദികളിലോ കുളിച്ച ശേഷമാണ് നാഗപൂജ ചെയ്യേണ്ടത്. ഉത്തരേന്ത്യയിൽ വിശ്വാസികൾ പൂജയുടെ ഭാഗമായി ദിവസം മുഴുവൻ ഉപവസിക്കുന്നു. സർപ്പക്കാവുകളിൽ കാണപ്പെടുന്ന സർപ്പപ്പുറ്റിലെ മണ്ണ്, ചാണകം, ഗോമൂത്രം, പാല്, ചന്ദനം എന്നിവ അടങ്ങിയ പഞ്ചരജസ് കൊണ്ട് നിവേദ്യം അർപ്പിക്കുന്നതും ഭിത്തിയിലോ നിലത്തോ മെഴുകി അരിമാവിൽ മഞ്ഞൾ കലക്കി വേപ്പിൻ കമ്പുകൊണ്ട് നാഗരൂപങ്ങൾ വരച്ചു വെക്കുന്നതും നാഗപഞ്ചമി അനുബന്ധ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. നാഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ എന്ന വണ്ണം ആയുധം വെച്ചുള്ള കിള, കൃഷി എന്നിവ അന്നേ ദിവസം ഒഴിവാക്കുന്നു. സന്താനലബ്ധി, ഇഷ്ടവിവാഹം, ആയുർസുഖം എന്നിവയാണ് നാഗപഞ്ചമി ദിവസം നാഗാരാധന നടത്തുന്നതിന്റെ ഫലമായി കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഓരോ ഭക്തരിലും അന്നേ ദിവസം ഒരു മന്ത്രം മാത്രം നാവിൽ നിറയുന്നു. നാഗ, നാഗരാജ, നാഗയക്ഷ എന്ന് തുടങ്ങുന്ന നാഗസ്തുതി മന്ത്രം. ഈ വീഡിയോ കണ്ട എന്നെ കേട്ട എല്ലാ വിശ്വാസികൾക്കും നന്ദി. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരെ നമസ്കാരം.